ആശാപ്രവർത്തകർ നടത്തുന്ന രാപ്പകൽ സമരം 60ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. ചർച്ചകളെല്ലാം പരാജയപ്പെട്ടെങ്കിലും വിജയം വരെയും സമരം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം. വരും ദിവസങ്ങളിൽ സമരരീതികൾ മാറ്റാനും സമരസമിതി ആലോചിക്കുന്നുണ്ട്. അതിനിടെ സമരത്തിലുള്ള ആശമാരെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ സമ്മർദ്ദവും ശക്തമാക്കിയിട്ടുണ്ട്. സുനിഷ അയ്യല്ലൂരുണ്ട്, സമരക്കാർക്കൊപ്പമാണ് ചേരുന്നത്. സുനിഷ അയ്യല്ലൂർ, ഗുഡ് മോർണിംഗ്. സുനിഷ, ഇന്ന് 60ാം ദിവസമാണ്, 2 മാസം പൂർത്തിയാവുന്നു. കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. ചില ഇളവുകളിലുള്ള മാനദണ്ഡങ്ങളൊക്കെ മാറി എന്നുള്ളതൊഴിച്ചാൽ മറ്റു പ്രധാനപ്പെട്ട മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല. ഇന്നലെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലും ആശാ വർക്കർമാർക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല. ആശാ വർക്കർമാർ ഇനി സമരം കടുപ്പിക്കാനാണോ അവരുടെ നീക്കം? അതിനിടയിൽ തദ്ദേശ വകുപ്പിൽപ്പെട്ട ചില ഉദ്യോഗസ്ഥർ വരെ നേരിട്ട് വിളിക്കുന്നതായി കേൾക്കുന്നുണ്ടല്ലോ. എന്താണ് കൂടുതൽ വിവരങ്ങൾ സുനിഷ? അരുൺ, ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് 60 ദിവസം 2 മാസമാവുകയാണ്. ഇനി അങ്ങോട്ട് സമരം കടുപ്പിക്കുമെന്നുള്ളതാണ്. ഒരുപക്ഷെ മുഖ്യമന്ത്രി ഇതിൽ എന്ത് നിലപാട് പറയും, മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുമോ എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ഈ സമരം ഇനി ഒത്തുതീർപ്പാക്കണം, അല്ലെങ്കിൽ സമരം നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ചുറ്റിലുമുള്ളത്. അതിന് ഈ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർ കൂടി തീരുമാനിക്കണമെന്നതായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിരുന്നത്. ഒപ്പം തന്നെ ഓണറേറിയം വർദ്ധിപ്പിച്ച കേരള സർക്കാരിന്റെ കണക്കുകളടക്കം മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോഴും ഈ സമരം സർക്കാരിനോടാണ്. അതുകൊണ്ട് തന്നെ ഈ ആവശ്യങ്ങൾ 21,000 എന്നുള്ളൊരു ആവശ്യമായിരുന്നു തുടക്കത്തിൽ ഇവർ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നത്. പക്ഷേ അത്രയധികം വർദ്ധിപ്പിക്കണമെന്നില്ല എന്നും അതിലെങ്കിലും നേരത്തെ ആരോഗ്യമന്ത്രിയോട് പറഞ്ഞതുപോലെ 3,000 രൂപയെങ്കിലും വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനം ഈ കമ്മിറ്റിയിൽ ഉണ്ടാകണമെന്നുള്ളൊരു ആവശ്യമായിരുന്നു. അതെങ്കിലും പരിഗണിക്കണം എന്നുള്ളതാണ് ഇവർ പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സമരം ഏതായാലും കടുപ്പിക്കുമെന്നതാണ്. കാണാം, നിരാഹാര സമരം തുടങ്ങിയിട്ട് 22 ദിവസമാവുകയാണ് ഇന്നേക്ക്. ഒപ്പം തന്നെ ഈ രാപ്പകൽ സമരം ആരംഭിച്ചിട്ട് 60 ദിവസമാവുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇനി അങ്ങോട്ട് സമരം കടുപ്പിക്കുക എന്നതാണ്. ഒരുപക്ഷെ ഇനിയൊരു ചർച്ചയുടെ വാതിൽ തുറക്കപ്പെടുമോ എന്നതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം ആരോഗ്യമന്ത്രിയുമായി 3 തവണ ഈ ചർച്ച ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ അവിടെയാണ് സമിതി രൂപീകരിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുകയും ചെയ്തിരുന്നത്. പിന്നീടാണ് കഴിഞ്ഞ ദിവസം തൊഴിൽ മന്ത്രിയുമായുള്ള ചർച്ച നടന്നത്. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ തന്നെ നേരിട്ടുള്ള പ്രതികരണവും നമ്മൾ കേട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഒരു ചർച്ചയോ അല്ലെങ്കിൽ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന ഇവരുടെ നിലപാട്, ഇവരുടെ ആവശ്യത്തോട് ഈ അനുഭാവപൂർണ്ണമായ നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നുള്ളത് ചോദ്യചിഹ്നമായി തന്നെ ഒരു വശത്ത് നിൽക്കുകയാണ്. അപ്പോഴും ഈ ആശമാർ പറയുന്നൊരു കാര്യം, ഈ സമരസമിതി പറയുന്നൊരു കാര്യം, ഇനി അങ്ങോട്ട് സമരം കടുപ്പിച്ച് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. ഈ 59 ദിവസം കണ്ടത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ സമരം ശക്തിപ്പെടുത്തും. ഓരോ തവണയും സമരം ശക്തിപ്പെട്ടു പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഏതായാലും ആശാവർക്കർമാരൊക്കെ തന്നെയും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് നമ്മൾ ഈ 60 ദിവസവും പല രീതിയിലുള്ള സമരരീതികളൊക്കെ തന്നെയും കണ്ടിരുന്നു. ഈ റോഡ് ഉപരോധിക്കുന്ന രീതിയിലായാലും നിരാഹാരത്തിലേക്ക് കടന്നതായാലും അങ്ങനെ പല രീതിയിലുള്ള സമരരീതികൾ. അത്തരത്തിൽ ഇനി അങ്ങോട്ടുകൂടി കടക്കുമെന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇവരുടെ ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്ന ആവശ്യത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നതാണ്. ഒപ്പം തന്നെ ഇന്ന് 11 മണിക്ക് ഈ സമരസമിതി ഒരു പ്രസ് മീറ്റ് കൂടി വിളിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ ഇനി അങ്ങോട്ടുള്ള സമര പരിപാടികൾ കൂടി പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അരുൺ, സുനിഷ അയ്യല്ലൂരാണ് വിവരങ്ങൾ നൽകുന്നത്. 60 ദിവസമായി ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പൊതുനിരത്തിൽ സമരത്തിലാണ്. കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഓണറേറിയം വർദ്ധിപ്പിക്കാൻ സർക്കാർ തത്വത്തിൽ തീരുമാനിച്ചിട്ടില്ല. എന്നാൽ 3 മാസത്തിന് ശേഷം പഠനസമിതി റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ അത് സമരം ചെയ്യുന്ന SUCI സമരക്കാർക്ക് അത് സ്വീകാര്യവുമല്ല.